കോളേജിലൊക്കെ പോണ സമയത്ത് നമുക്ക് ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് വെർച്വൽ ആയതുകൊണ്ട് നമ്മൾ വെർച്വൽ ആയിട്ട് തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി വേറെ നമുക്ക് തുടങ്ങാം. ഓക്കെ. പിന്നെ ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും കണക്ട് ചെയ്യാനും പിന്നെ എൻഗേജ് ചെയ്യാനും അങ്ങനെ ഫൺ ആയിട്ട് നമുക്ക് ഈ സെഷൻ കൊണ്ടുപോകാം. അതിൽ നമ്മൾ ഗെയിംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പിയേഴ്സിനെ പരിചയപ്പെടുക, പിന്നെ നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സിനെ കൂടെ ഒന്ന് അറിയുക എന്നുള്ളത് കൂടിയാണ്. ഓക്കെ. പിന്നെ അങ്ങനെ കണക്ഷൻസ് ലൈക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാച്ച്മേറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു സ്റ്റാർട്ട് കിട്ടും നമ്മുടെ കോഴ്സിന്. ഓക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയിട്ട് ഇരിക്കുക, എന്നിട്ട് നമുക്ക് നമ്മുടെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ലൈക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ലേണിങ്ങിനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഓറിയന്റേഷൻ എക്സ്പീരിയൻസും അത് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഓറിയന്റേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇത് ജസ്റ്റ് സെക്കൻഡ് സെഷൻ ആയിട്ടേ ഉള്ളൂ. ഇനിയും നമുക്ക് സെഷൻസ് വരുന്നുണ്ട്. അതായത് ഇനി സിലബസ് ഡീകോഡിംഗ് ഉണ്ട്, അതല്ലാതെ തന്നെ നമുക്ക് ഇഗ്നോനെ കുറിച്ചും ലേൺ വൈസിലെ ക്ലാസ്സസിനെ കുറിച്ചും ഒക്കെ അറിയാനുള്ള ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നമ്മൾ കുറെ കൂടി ഒന്ന് ആക്റ്റീവായിട്ട് ഇരുന്നാൽ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക കോൺഫിഡന്റ് ആവുകയും പിന്നെ നമ്മുടെ സ്കിൽസ് കുറച്ചും കൂടെ എന്താ പറയുക എൻറിച്ച് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റീനെ നമുക്ക് ബിൽഡ് ചെയ്യാനും നമ്മുടെ ഒരു എന്താ പറയുക ഇന്ററാക്റ്റീവ് ആ ഒരു കൾച്ചർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ ഈസിയാണ് നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവായി ഇരുന്നാൽ. ഓക്കെ. അപ്പം നമുക്ക് അങ്ങനെ ഇനി നമുക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 3 ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക. ലൈക്ക് അൺമ്യൂട്ട് ചെയ്യേണ്ടപ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക, അല്ലാത്തപ്പോൾ മ്യൂട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ സൂമിൽ ഇവിടെ കാണുന്ന ചില ഫീച്ചേഴ്സും അവിടെ ഇവിടെ ഒന്നും പോയി തൊടാതിരിക്കുക. അതാകുമ്പോൾ നമുക്ക് ഇൻട്രക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഇൻട്രഡക്ഷൻ തുടങ്ങാം. ഓരോരുത്തരായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടണമല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലൈക്ക് അപ്പൊ ഒരു റാപ്പിഡ് ഫയർ ഇൻട്രോ സെഷൻ ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ജസ്റ്റ് ഒരു ക്വിക്ക് ഇൻട്രോ സെഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്കത് എങ്ങനെയാ പോവാന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പേര് പറയാം, ഫുൾ നെയിം പറയാം. പിന്നെ നിങ്ങൾ ഏത് സിറ്റിയിൽ നിന്നാണ് വരുന്നതെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഏത് ഇഗ്നോ പ്രോഗ്രാം ആണ് എടുത്തിരിക്കുന്നതെന്ന് പറയാം. ഓക്കെ. പിന്നെ പറയേണ്ടത് നിങ്ങളെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ ഹോബി പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന എന്തും നിങ്ങൾക്ക് പറയാം. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ 4 പോയിന്റ്സ് നിങ്ങൾ പറയണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്റെ പേര് വെച്ച് പറയുകയാണെങ്കിൽ എന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പം ഞാൻ ഏത് സിറ്റിയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ കോഴിക്കോട് നിന്നാണെന്ന് പറയും. പിന്നെ ഇഗ്നോ പ്രോഗ്രാം ഇപ്പൊ നിങ്ങൾ MA ആണ് എടുത്തുകൊണ്ട് ഓക്കെ ഞാൻ MA ഇംഗ്ലീഷ് എന്ന് പറയുന്നു. പിന്നെ വൺ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അല്ലെങ്കിൽ ഒരു ഫൺ ഫാക്ട് എന്താന്ന് വെച്ചാൽ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയുകയാണെങ്കിൽ ഐ റിയലി ലൈക്ക് വാച്ചിങ് മൂവീസ്. ഞാൻ എത്ര നേരം വേണമെങ്കിലും എനിക്ക് എന്താ പറയുക നെറ്റ്ഫ്ലിക്സിൽ ലൈക്ക് എന്താ പറയുക സീരീസ് കണ്ടുകൊണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ അത് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ഫണ്ണായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തോന്നുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പറയാം. വിയേർഡായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പറയാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. അപ്പം നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്യാം. ഓരോരുത്തരെ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം. വോളണ്ടറി ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പേര് വിളിക്കണം? ആരെങ്കിലും വോളണ്ടിയർ ചെയ്ത് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം കേട്ടോ. എന്റെ പേര് രേവതിയാണ്. ഞാൻ ബാലുശ്ശേരി കോഴിക്കോട് നിന്നാണ്. ഇപ്പൊ ഞങ്ങൾ കണ്ണൂരിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഹസ്ബൻഡ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. സോ കണ്ണൂരിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഇഗ്നോ MA ഇംഗ്ലീഷിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പിന്നൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ സിംഗിങ് ഇഷ്ടമാണ്. ചെറുതായിട്ട് പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം പാടും. പിന്നെ ഞാൻ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്റെ പ്രഗ്നൻസി ടൈമിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിന്റെ അടുത്ത നെക്സ്റ്റ് ഇയർ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീ പ്രൈമറി ടീച്ചറായിട്ട്. അപ്പൊ ഒരു ബ്രേക്ക് വന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് ശരിക്കും MA ആണ് ചെയ്യണമെന്നുണ്ടായിരുന്നത്. അപ്പൊ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫാമിലി പ്രോബ്ലംസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിനിപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പൊ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഓക്കെ രേവതി, താങ്ക് യു. നന്നായി ചെയ്തു കേട്ടോ. അപ്പം ഇതെല്ലാരും കണ്ടല്ലോ. ഇതുപോലെ നന്നായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആരാ വരാൻ പോകുന്നത്? എന്റെ പേര് റായൻ ടിറ്റോ. ഞാൻ എറണാകുളം നോർത്ത് പറവൂരാണ് താമസിക്കുന്നത്. ഞാൻ എടുത്ത സബ്ജക്റ്റ് MA ഇംഗ്ലീഷാണ്.
ഞാൻ മെക്കാനിക്കൽ ഇൻഗ്രീഡിയൻസ് സ്റ്റേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഷിഫ്റ്റ് അടിസ്ഥാന ജോലി. അതിന് വലിയ വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറിനുള്ള സമയമൊന്നും ഉണ്ടാവാറില്ല. ഓക്കെ. എന്താണ് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്? ബാഡ്മിന്റൺ കളിക്കാൻ പോകും. ഓക്കെ ഓക്കെ. എന്തെങ്കിലും പ്രൈസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? എല്ലാവരും ഇവിടെ ക്ലബിൽ കളിക്കാൻ പോകാതെ വേറെ കോമ്പറ്റീഷൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? വേറെ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. My name is Anjali. I'm from Thrissur. I have completed my B.Ed course from Calicut University. I have joined MA English IGNOU program. പിന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആസ് Anu ma'am said, I love watching movies, reading books, etc. ഓക്കെ, താങ്ക് യു അഞ്ജലി, താങ്ക് യു. മാം, എന്റെ പേര് ഹിബ ഫാത്തിമ. ഓക്കെ. അപ്പൊ എന്റെ വീട് ഈരാറ്റോട്ടായിരുന്നു. ഇപ്പൊ കറന്റ്ലി ഞാൻ തലയോലപ്പുറമിലേക്ക് മാറി. അപ്പം ഞാൻ ബി ഇംഗ്ലീഷ് ഡിഗ്രി എടുത്തത് MG യൂണിവേഴ്സിറ്റി നിന്നാണ്, ഹെൻറി ബേക്കർ കോളേജ്. ആൻഡ് ഞാൻ ഇപ്പൊ നെക്സ്റ്റ് ഡേ ഞാൻ ഡൽഹിയിലേക്ക് പോവാണ്. എനിക്കൊരു ജോബ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് വോളണ്ടിയർ ആയിരുന്നു. ഹോബീസ് എന്ന് പറയാനായിട്ട് NSSന്റെ ബെസ്റ്റ് ഹോബീസ് ആയിട്ട് ബുക്ക് വായിക്കുക, മൂവീസ് കാണുക, പിന്നെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് അങ്ങനെയുള്ള ഇതാണ് കൂടുതലായിട്ടും ഉള്ളത്. അത്രേ ഉള്ളൂ മാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ഹിബ. അപ്പൊ നമ്മുടെ ഗെയിം, ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് സൂം ഇൻ സൂം ഔട്ട് ആണ്. അതായത് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു പിക്ചറിന്റെ ഒരു ചെറിയൊരു പാർട്ട് ഡിസ്പ്ലേ ആയിട്ടുണ്ടായിരിക്കും, ടോട്ടൽ അല്ല. അത് വെച്ചിട്ട് ആ ഹോൾ പിക്ചർ എന്താന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു പാർട്ടാണ് ഇവിടെ ഷോ ചെയ്യുള്ളൂ ആദ്യം. അത് ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു പിക്ചർ എന്താണ്, അല്ലെങ്കിൽ ആരുടെയാണ് എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം. നിങ്ങൾക്ക് ചാറ്റിലോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടോ അതിന്റെ ആൻസേഴ്സ് പറയാവുന്നതാണ്. അപ്പൊ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി കൊടുത്തോളൂ കേട്ടോ, ചാറ്റും അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന പോലെ തന്നെ ആദ്യം ആ ഒരു പിക്ചറിന്റെ ഒരു ചെറിയൊരു പാർട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് കാണുന്നത് 2 കണ്ണുകളാണ്. അപ്പൊ ഈ കണ്ണ് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഫേമസ് പേഴ്സണാലിറ്റീനെ ഐഡന്റിഫൈ ചെയ്യാം. ഇത് ആരാണ് എന്നുള്ളത് ഈ കണ്ണുകൾ വെച്ച് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇതൊരു ഫേമസ് എല്ലാവർക്കും ഒരേ ആൻസർ ആണോ? ഡിഫറെന്റ് ആൻസേഴ്സ് ഇല്ല? സെയിം ആൻസർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. മോഹൻലാലാണോ? ഉറപ്പാണോ? ഭയങ്കര ടഫ് ആയിപ്പോയി അല്ലേ ക്വസ്റ്റ്യൻ? ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കട്ടെ. മോഹൻലാൽ ഫാൻസ് ഉണ്ടല്ലോ അല്ലെ നമ്മുടെ ലേണേഴ്സിന്റെ ഇടയിൽ? എല്ലാവരും മോഹൻലാൽ ഫാൻസ് ആണോ? നോ. പിന്നെ ആരുടെ ഫാനാണ്? മോഹൻലാൽ ഫാൻസ് ഉണ്ടല്ലോ അല്ലെ? ഫാൻസ് മമ്മൂക്ക ഫാൻ ആണോ? ഓക്കെ, മോഹൻലാൽ ഫാൻ ആണെങ്കിൽ, ഫാൻസ് ആണെങ്കിൽ ഈ ഒരു ഇമേജ് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് ഏത് മൂവിന്നായിരിക്കും? ഓൾമോസ്റ്റ് എല്ലാ മൂവീസിലും ഉണ്ട്. എന്നാൽ കൂടെ ഇതുപോലെ കണ്ണിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ദൃശ്യം പിന്നെ നാട്ടുരാജാവ്. നാട്ടുരാജാവിൽ കണ്ണിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നില്ലല്ലോ. കണ്ണിന് ദൃശ്യമുണ്ട്, പിന്നെ പുലിമുരുകനിലും അങ്ങനെ ഒരു ഫോക്കസ് ഇല്ല. കുറച്ചുകൂടി വരുമ്പോ ലൂസിഫറിൽ കുറച്ച് കൂടുതൽ കണ്ണിന് ഫോക്കസ് കൊടുക്കുന്ന പോലെ തോന്നിയിട്ടില്ലേ ഓരോരോ ഷോട്ടിലും? ബോയ്സിന്റെ ഒന്നും സൗണ്ട് കേൾക്കുന്നില്ലല്ലോ ലേണേഴ്സ്. ഗേൾസ് ആണല്ലോ കൂടുതൽ ഫാൻസ്. ഓക്കെ, സോ മോഹൻലാൽ. ഇനി ശോഭന.
ശോഭനയാണോ? അതെ. ഉറപ്പാണോ? ഉറപ്പാണ്. ശോഭനയുടെ കണ്ണ് ഇതുപോലെയാണോ? അതെ. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ശോഭന തന്നെയാണ്. മോഹൻലാൽ കഴിഞ്ഞ ഉടനെ ശോഭന വന്നിരിക്കുന്നു. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു മൂവി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ അടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. തുടരും, ഇതല്ലാതെ മണിച്ചിത്രത്തായി. ആ അതെ അതെ, ഒരുപാട് മൂവീസ് ഉണ്ട് അല്ലേ? രണ്ടുപേരും കൂടി ചെയ്ത മൂവീസ്. ഇതാരുടെ പി. കണ്ണ്? സച്ചിദാനന്ദൻ സർ. ഉറപ്പാണോ? പെട്ടെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഈ കണ്ണ് കണ്ടിട്ട് വേറെ ആരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നേ? ഇല്ല. ഓക്കെ, ആൻസേഴ്സ് വേറെ ഇല്ല. ഒരൊറ്റ ആൻസർ മാത്രം. യെസ്, ഇപ്പൊ അടുത്ത് നമ്മളെ വിട്ടുപോയ നേതാവാണ്. ഓക്കെ, നെക്സ്റ്റ്. ദുൽഖർ. ആരാണ്? ദുൽഖർ. ദുൽഖർ സൽമാൻ. കറക്റ്റ് ആണല്ലോ. മമ്മൂട്ടി ഫാൻ പറഞ്ഞ ആൻസർ ആയിരിക്കും അല്ലേ? എനിവേ അത് കറക്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഇത് ധോണി. ധോണി. ധോണി അല്ലാതെ വേറെ ആരുമില്ല. ഈ കണ്ണൊക്കെ കണ്ടെങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു? കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് Robert Downey Jr.? No. ഇതാരാണ്? ഇതാരാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ടാസ്ക് ആയിക്കോട്ടെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ജെഫ് ബേസോസ്. ചിത്ര. ഏത് ചിത്ര? KS ചിത്ര. KS. ഓക്കെ, KS ചിത്ര ഏത് ഫീൽഡിലാണ് ഫേമസ്? സിംഗിങ്. സിംഗിങ്. ഓക്കെ ഓക്കെ. രജനീകാന്ത്. രജനീകാന്ത് തന്നെയാണോ? യെസ്. കണ്ണ് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. ഓക്കെ, റൈറ്റ്. ഇതെന്താണ്? ഇതെന്തായാലും ഒരു ഹ്യൂമൺ അല്ല അല്ലെ? മനുഷ്യനല്ല. ഓക്കെ, കോൺ. നെക്സ്റ്റ്. ബ്രിഞ്ചാൾ. ഓക്കെ. ബ്രോക്കലി. ബിറ്റഗാർഡ് ആണോ ബ്രോക്കലി ആണോ? ബ്രോക്കലി. അപ്പൊ നമ്മളൊരു ഇമേജ് കണ്ടിട്ട് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഇന്നൊരു കാര്യമാണ് എന്നുള്ളത്. ഈ ഗെയിമിന്റെ ഒരു ഒബ്ജക്റ്റീവ് അത് തന്നെയാണ്. പൊട്ടാറ്റോ. ലേഡീസ് ഫിംഗർ. നമ്മളെയൊന്നും ആർക്കും തോപ്പിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ കിച്ചണിൽ ഡെയിലി കാണുന്നതല്ലേ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഫസ്റ്റ് ആൻസർ പറയുന്ന ആരാ? കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു ചെറിയൊരു ഗെയിമാണ്, പക്ഷെ ഈ ഗെയിമിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം എന്താ പറയാ കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട്, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇത് വലിയൊരു സെഷൻ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് മടി പിടിച്ചിരിക്കുന്നവരുണ്ടാവും, ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരുണ്ടാവും. ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് എൻഗേജിങ് ആയിട്ടിരിക്കുക, കാരണം ഇന്നത്തെ ഒരു സെഷനിൽ മാത്രമേ നമുക്ക് ഇത്രയും ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി വരുന്ന സെഷൻസ് എന്നൊക്കെ പറയുന്നത് സിലബസ് ഡീകോഡിങ്ങും പിന്നെ ഇഗ്നോനെ കുറിച്ച് പറയുന്ന സെഷൻസ് ഒക്കെ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും, ഇന്ററാക്റ്റീവ് ആയിരിക്കില്ല. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗെയിമിന്റെയും അതുപോലെ തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. ഇത്രയും നമ്മൾ മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കുറച്ചുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളും ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയാ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ പിന്നെ നമുക്ക് നമ്മുടെ ബാച്ച്മേറ്റ്സിനെ കാണാനോ ഇതുപോലെ സംസാരിക്കാനോ ഉള്ള ഒരു അവസരങ്ങളൊന്നും കിട്ടില്ല. പിന്നെ നമ്മൾ ഇനി എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഇതുപോലെയുള്ള
സൂം മീറ്റിങ്ങിലൊക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരം ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങളുടെ ഇതുപോലെ കുറെ നാളൊക്കെ ആയിട്ട് സ്കൂളിലും കോളേജൊക്കെ വിട്ട് കുറെ ഗ്യാപ്പ് ഒക്കെ എടുത്തവർക്ക് ഇതൊക്കെ ഒരു ഓൺലൈൻ ആണെങ്കിൽ കൂടിയും ഇതൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? നമുക്കിനി നമ്മുടെ പരിചയപ്പെടുന്ന സെഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ വളരെ കുറച്ച് പേരെ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി ലേണേഴ്സിനെ കൂടി പരിചയപ്പെടാനുണ്ട്. 1 by 1 നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വന്നോളൂ. ഇവിടെ കുറെ പേര് ഇപ്പോഴും ഓപ്പോ ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നെയിം മാറ്റി നമ്മളുടെ കൃത്യമായിട്ടുള്ള ഒരു നെയിം എന്തായാലും വെക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ ഒരു എളുപ്പമായിരിക്കും. ഇനി ആരാ വരുന്നത്? ശരണ്യാണോ പരിചയപ്പെടാൻ വരുന്നേ? ആരെങ്കിലും വരുന്നുണ്ടോ വോളണ്ടിയർ ചെയ്തിട്ട്? പറയൂ. എന്റെ പേര് ശരണ്യ എന്നാണ്. പറഞ്ഞോ. ഞാനിപ്പോ പ്രസന്റ്ലി സൗദിയിലാണ് ഉള്ളത്. നാട്ടില് തൃശ്ശൂരാണ്. പിന്നെ മാരീഡ് ആണ്, ഒരു മോളുണ്ട്. BA ഇംഗ്ലീഷ് ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഗ്യാപ്പ് വന്നോ? ഞാന് പിന്നെ ഫസ്റ്റ് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ BA ഇംഗ്ലീഷ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോളൊക്കെ ആയപ്പോ കുറച്ച് ഗ്യാപ്പ് വന്നു. അതിനുശേഷമാണ് ഇപ്പം MA ഇംഗ്ലീഷിലോട്ട് വന്നേക്കുന്നത്. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് പറയാനോ ഷെയർ ചെയ്യാനുള്ള എന്തെങ്കിലും മൊമെന്റ് എന്തെങ്കിലും ഉണ്ടോ? ചെറിഷ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മൊമെന്റ് ഇതുവരെ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവില്ലേ? ഇത്രയും നാള് നമ്മൾ പഠിച്ച് ഇത്രയും ഒരു പ്രായത്തിന്റെ ഇടയിലുള്ള എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമോ? അല്ല, ഞാന് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയത്. കാരണം ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. ഞാൻ കറക്റ്റ് എന്റെ 2024 ഡിസംബറിൽ കോഴ്സിന്റെ എക്സ്പയറി ആയിരുന്നു. കറക്റ്റ് ആ ഡിസംബറിലാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സും ഒന്നിച്ച് ക്ലിയർ ചെയ്തെടുക്കുന്നൊക്കെ. അപ്പൊ എനിക്ക് ആ ഒരു ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റുമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അതൊരു കോൺഫിഡൻസ് ആണ് അല്ലേ? എല്ലാ എക്സാമിലും ആ ഒരു ഒറ്റ ട്രൈ കൊണ്ട് തന്നെ പാസ്സായി. ആ ഒറ്റ ട്രൈ കൊണ്ട് പാസ്സായി. ഞാൻ പോയി അന്വേഷിക്കുമ്പോ എന്റെ കോഴ്സ് കഴിയാറായി. ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അവിടെ നമ്മള് എടുത്തേക്കുന്ന കോളേജിൽ നിന്ന്. പിന്നെ ഇഗ്നോന്റെ തന്നെ പിന്നെ റീജിയണൽ സെന്ററിലൊക്കെ പോയപ്പോഴൊക്കെ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ആ ഒരു ധൈര്യം വെച്ചിട്ട് അങ്ങോട്ട് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ പാസ്സായി കേട്ടോ എല്ലാത്തിലും. എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ അത്രയും കോൺഫിഡന്റോട് കൂടിയിട്ട് ഫേസ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് വന്നല്ലോ. അതെ. അതാണ് എനിക്ക് ശരിക്കും ഒരു നമ്മളുടെ ഒരു കരിയറിൽ തന്നെ ഒരു ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മളോട് തന്നെ ഒരു ഹാപ്പി പ്രൗഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് മൊമെന്റ്. തോന്നിയത് അല്ലേ? അതന്നെ, ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്. കാരണം ഫസ്റ്റ് ഒരു ഗ്രാജുവേഷൻ എടുത്തിട്ട് എനിക്കത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഞാൻ BSW ആയിരുന്നു ചെയ്തിരുന്നത് സോഷ്യൽ വർക്കില്. അപ്പൊ അതില് ഫീൽഡും കാര്യങ്ങളും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നു. പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ്, ഫീൽഡ് വർക്ക് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ BA ഇംഗ്ലീഷിലോട്ട് വരുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷം. കാരണം ഫസ്റ്റത്തത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തപ്പം ഭയങ്കര ഹാപ്പി. അതന്നെ ഒരു എന്താ പറയാ, സ്പെഷ്യൽ മൊമെന്റ് എന്ന് തന്നെ പറയാം. അത് ഒരു അറ്റംപ്റ്റിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയതൊക്കെ, ആ ടൈം തീരാനും ആയി. അപ്പൊ അതിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷം. എന്റെ പേര് ഫാത്തിമ. ഞാൻ ലക്ഷദ്വീപ് അഗത്തി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു എടുത്തത്. BA ഇംഗ്ലീഷ് ദ്വീപിൽ തന്നെ കഡ്മൻ ദ്വീപ് എന്ന് പറയും, ലക്ഷദ്വീപിലത്തെ ഒരു ദ്വീപിൽ തന്നെയാണ് ഞാൻ BA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ ആ യൂണിവേഴ്സിറ്റി മാറ്റി അവിടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആക്കിയതോടെ എനിക്ക് MA ഇംഗ്ലീഷ് നഷ്ടമായി. അവിടെ എടുക്കാൻ പറ്റില്ല, കണ്ടിന്യൂസ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ആ വഴിക്ക് പിന്നെ മാരേജ് ആയി. പിന്നെ ഒരു കുട്ടിയുണ്ട് എനിക്ക്. അത് കഴിഞ്ഞ ശേഷം പിന്നെ എടുക്കാം, MA ഇംഗ്ലീഷ് ഡിസ്റ്റൻസിൽ എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ് MA ഇംഗ്ലീഷ് PGയില്. പിന്നെ എനിക്ക് എന്റെ ആഗ്രഹം, ഞാൻ ചെയ്യുന്നത്
ലിസണിങ് മ്യൂസിക്, ഞാൻ പാട്ട് കേൾക്കുന്നുണ്ട്, പിന്നെ കുറെ പുസ്തകങ്ങൾ വായിക്കലുണ്ട്. ഇതൊക്കെയാണ് എന്റെ ഫൺ ഫാക്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഒന്നുമില്ല. നമ്മൾ ഈ ലക്ഷദ്വീപ് മ്യൂസിക് അധികം കേട്ടിട്ടില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് രണ്ടുപേരും പാട്ടാ. അറബിക്കടലിൽ ചൂരമുറിക്കും ബീഫാത്തും അങ്ങനെ എനിക്കറിയില്ല, ഞാനിപ്പോ വിട്ടുപോയി ആ പാട്ടൊക്കെ. ഞാൻ കുറച്ചിപ്പോ എന്ന് വെച്ചാൽ മറ്റ് പാട്ടുകൾ ഞാൻ കേൾക്കലുണ്ട്, ഇങ്ങനെ ഫിലിം മ്യൂസിക്. അല്ലാതെ മറ്റ് ഇങ്ങനെ നാടൻ പാട്ടുകൾക്ക് ഒരുപാട് കുറഞ്ഞു പോയി. എന്നാലും പാടിയത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി നന്നായി പാടുന്ന ആളാണ്. താളമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫാത്തിമ. നെക്സ്റ്റ് ആരാ വരുന്നേ? കുറെ പേര് ഇങ്ങനെ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന കാരണേ നമുക്കൊരു ഭയങ്കര ഒരു കാണാനായിട്ടൊരു ബുദ്ധിമുട്ട്. നേരിട്ട് കണ്ട് പേര് വിളിക്കുമ്പോ ഒരു സുഖം ഉണ്ടല്ലോ. ഷിഫാന. ഞാൻ ഷിഫാന. ഞാനിപ്പോ അടുത്താണ്, കഴിഞ്ഞ വർഷമാണ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയത്. ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഫൺ ഫാക്ട് എന്ന് പറയാന് ഉറങ്ങാനാണ് ഇഷ്ടം. അതിന് വേണ്ടിയിട്ടായിരുന്നു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ഇയർ ലീവ് ആക്കിയിട്ട് ഉറങ്ങി തീർത്തു. അങ്ങനെ കാര്യങ്ങൾ. അത് ഭയങ്കര ഫണ്ണാണല്ലോ, ഉറങ്ങാൻ വേണ്ടി മാത്രം. അങ്ങനെ ആ തീരുമാനം അതായിരുന്നു, ഉറങ്ങി തീർത്തു. പിന്നെ ഫസ്റ്റ് ആയിട്ടാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോ മിസ്സിങ് എന്താന്ന് വെച്ചാല് അപ്പുറത്തിപ്പുറത്തൊക്കെ ക്ലാസ്സിലാവുമ്പോ ആൾക്കാരുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ചിരി ഉണ്ടാവും, കളി ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അത് കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ തന്നെ ഓരോരോ ഓണമായാലും ക്രിസ്മസ് ആയാലും അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇവന്റ്സും നമ്മൾ ഇവിടെ ലേൺ വൈസിൽ സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ ടാലൻസും ഒക്കെ ഷോക്കേസ് ചെയ്യാനുള്ള അവസരങ്ങളും തരും കേട്ടോ. അപ്പൊ അതൊക്കെ ഹാപ്പി ആയില്ലേ? ഹാപ്പി. ലക്ഷദ്വീപ് എന്നൊക്കെ കണ്ടപ്പോ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയി. നമുക്ക് പല മ്യൂസിക്കും കേൾക്കാൻ പറ്റും, ഡാൻസ് കേൾക്കാൻ പറ്റും. ഇനി ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, ഫ്ലൂട്ട്, തബല, ഇതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വായിക്കാൻ പറ്റുമല്ലോ. ഓൺലൈൻ ആയാലും നമുക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. ക്ലാസ് റൂമിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ മോഡേൺ ആയി എല്ലാ പ്ലാറ്റ്ഫോമുകളും വേണ്ടേ? മോഡേൺ ആയി. താങ്ക് യു ഷിഫാന. നമസ്കാരം, എന്റെ പേര് വീണ. ഞാൻ കേൾക്കാലോ അല്ലേ? വീണ കേൾക്കാം. ഞാനിവിടെ തൃശ്ശൂരാണ്. ഞാൻ മാസ്റ്റർ കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ MA ഇംഗ്ലീഷാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതാൻ എനിക്ക് ഇഷ്ടമാണ്, പിന്നെ കുറെ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. അത്ര തന്നെ ഉള്ളൂ. താങ്ക് യു. അപ്പൊ നന്നായിട്ട് ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, സ്റ്റോറീസ് ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് പറയോ, നമ്മുടെ ലേണേഴ്സിന് എല്ലാവർക്കും ഒന്ന് കേൾക്കാലോ. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. അല്ല, ജസ്റ്റ് ബുക്ക് എപ്പോഴാ പബ്ലിഷ് ചെയ്തത്, അത് പബ്ലിഷ് ചെയ്യാനുണ്ടായ സാഹചര്യം, അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ആരായിരുന്നു? ഞാൻ കുഞ്ഞിലെ തുടങ്ങി എഴുതുമായിരുന്നു. എന്റെ ചൈൽഡ്ഹുഡിൽ തന്നെ അപ്പാപ്പനും അമ്മമ്മയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞുതരും. അപ്പൊ കഥകളുടെ ഒരു ലോകത്തിലാണ് ഞാൻ വളർന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് എഴുതാനൊക്കെ ഇഷ്ടമായിരുന്നു. ചെറിയ പ്രായത്തിൽ തുടങ്ങി എഴുതിയിട്ടൊക്കെ ഉണ്ട്. കുറെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കവിതയ്ക്കൊക്കെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ MG യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിന് കഥയ്ക്ക് ഫസ്റ്റ് പ്രൈസ് 2 years കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻസ്പിറേഷൻ ഇതൊക്കെ തന്നെ, കഥകൾ കേട്ട് വളർന്നപ്പോ അത് പിടിവിടാതെ കൂടെ കൊണ്ടുപോകുക എന്നത് തന്നെയായിരുന്നു എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. അതിപ്പോ അവസാനം വരെ ഇപ്പോഴും എഴുതുന്നുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടിപ്പോ 2 വർഷം ആകുന്നു. മഞ്ചരി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത്. മുറിവുകളിൽ വിടരുന്ന പൂക്കൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. 12 കഥകൾ അടങ്ങുന്ന ഒരു സമാഹാരമാണ്. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ വീണ, വെരി ഗുഡ്. നമ്മളുടെ ഇടയിൽ ഇങ്ങനെ ഒരു വലിയൊരു ടാലന്റ് ഉള്ള ഒരു റൈറ്റർ ഉണ്ട് എന്നൊക്കെ അറിയുമ്പോൾ എല്ലാവർക്കും അതൊരു എന്താ പറയാ, ഒരു ഇൻസ്പിറേഷനും അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ് ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മളുടെ ഇടയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ തന്നെ ഇങ്ങനെ ഒരു ലേണർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേ
സോ ടേക്ക് കെയർ. താങ്ക് യു. അനീറ്റ എന്ന പേര്. കൊച്ചിന്നാ വരുന്നത്. ഞാൻ 2011 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 14 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കോപ്പി എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ഒരു മീഡിയ ഫേമിൽ. ഇടയ്ക്ക് ഒരു ടീച്ചിങ് സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് ESL ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമർ സർവീസിലാണ്. ഓക്കെ മ്യൂസിക് ഇഷ്ടമാണ്, ബേക്കിംഗ് ഇഷ്ടമാണ്. ഓക്കെ. ബേക്കിംഗ് ചെയ്യോ? ചെയ്യും. അത് നമുക്ക് ഇവിടെ ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. മ്യൂസിക് പാടാൻ പറ്റുമോ? 2 വരി പാട്ടോ ട്രൈ പിന്നീട് ചെയ്യും. എപ്പോഴെങ്കിലും പാടിയാൽ മതി. ഞാൻ പ്രിപ്പയർഡ് അല്ല. ഓക്കെ ഓക്കെ ശരി. നമുക്ക് എന്തായാലും ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പൊ എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ട് പാടുക. ഓക്കെ. അപ്പൊ ഓണൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓണത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സൂം മീറ്റിംഗ്സ് ഇതുപോലെ തന്നെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും. താങ്ക് യു അനീറ്റ. ഓക്കെ. ഹായ്, എൻ്റെ പേര് വിപിൻ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോ ഓൾമോസ്റ്റ് 10 ഇയേഴ്സ്. ഞാൻ ഇടയ്ക്ക് കാനഡയിൽ പോയിരുന്നു. അതാണ് ഇവിടെ ബ്രേക്ക് വന്നത്. കോഴ്സ് MA ഇംഗ്ലീഷ്. ബിക്കോസ് എല്ലാവരും എന്നോട് പഠിച്ച എല്ലാവരും MA ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞ് ഞാൻ പറഞ്ഞ എടുക്കാവുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എടുക്കാൻ കരുതി. ഫൺ ഫാക്ട്, ഡിഗ്രിയിൽ ചേർന്ന പിന്നെ ഒരു ബുക്ക് പോലും വായിച്ചിട്ടില്ല ഇതുവരെ. വായിച്ച് തീർക്കാൻ പറ്റില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ. ദെൻ ഹോബീസ് ആനിമെ മോസ്റ്റ്ലി. അതാണ് എൻ്റെ മെയിൻ ഹോബി. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ട്രാവൽ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ ലേണേഴ്സിൽ അധികമാരും ഇത്രയൊന്നും ട്രാവൽ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. സോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാമോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും. ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് വുഡ് ബി ഈ സമ്മറിലും വിന്ററിലും സണ്ണിന് ടൈം ചേഞ്ച് ചെയ്യുന്നത്. അവിടെ രാത്രി 10 മണിയായാലും വെയിൽ നല്ലപോലെ കാണും. അതൊരു വല്ലാത്തൊരു ഭ്രാന്ത് പിടിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. വൺസ് ഇൻ ലൈഫ് ടൈം, ബട്ട് ദാറ്റ്സ് ഇറ്റ്. അത് മടുത്ത് വന്നതാണ്. ഇവിടെ നാട്ടിൽ വന്നപ്പോഴോ? നാട്ടില് ഫിക്സ്ഡ്. നാട്ടില് സന്ധ്യയാകുമ്പോൾ ഉറങ്ങാം, രാവിലെ സൂര്യന്തിക്കും എഴുന്നേക്കാം. അവിടെ സന്ധ്യയായ ഉറങ്ങാൻ നിന്നാൽ രാത്രി 10, 10:30, 11 ആവും ഉറങ്ങണമെങ്കിൽ. ചിലപ്പോ രാവിലെ 4 മണിക്ക് എഴുന്നേക്കാൻ സൂര്യൻ ഉദിച്ചത് കൊണ്ട് അങ്ങനെ പ്രശ്നം വരും. നമ്മള് സൺ ഓറിയന്റഡ് ആണ് നമ്മുടെ സ്ലീപ്പ് ടൈമിങ്. അത് നമുക്ക് അറിയില്ലായിരുന്നു, അവിടെ പോയി മനസ്സിലായത്. അങ്ങനെ അതൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. That's about it. താങ്ക് യു വിപിൻ. ഞാൻ സുഫൈറ ആൻഡ് ഞാനിവിടെ പാലക്കാട് പട്ടാമ്പിയിലാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനൊരു മെഡിക്കൽ സ്ക്രൈബിംഗ് എന്നുള്ളൊരു കോഴ്സ് ചെയ്തിരുന്നു. ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കല്യാണം കഴിഞ്ഞ് ഇപ്പം ഒരു ബേബിയൊക്കെ ഉണ്ട്. അതിന് ശേഷം ഞാൻ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. MA ഇംഗ്ലീഷിനാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അത്രയാണ്. ഒരു ഫൺ ഫാക്ട് പറയോ? ഫൺ ഫാക്ട് അങ്ങനെ ഇല്ല. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. നേരത്തെ മാം പറഞ്ഞ പോലെ വാച്ചിങ് മൂവീസ് ഇഷ്ടമാണ്. അത്ര. ഓ, താങ്ക് യു. എൻ്റെ പേര് സിസ്റ്റർ നിമിഷ മാത്യു. കേൾക്കാവോ? കേൾക്കാം സിസ്റ്റർ. ഞാന് BA കഴിഞ്ഞു, BEd കഴിഞ്ഞു. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. മലപ്പുറത്താണ്. മലപ്പുറം സാന്തോം സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം MA കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തില് MA ഇംഗ്ലീഷ് എടുത്തിരിക്കുകയാണ്. ഓക്കെ സിസ്റ്റർ, എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറയാമോ, ഷെയർ ചെയ്യാമോ? ഇൻട്രസ്റ്റിംഗ്. എൻ്റെ ഹോബി ചിത്രം വരയ്ക്കും അത്യാവശ്യം, പിന്നെ വായിക്കും, അങ്ങനെയൊക്കെയാണ്. വായിക്കും, ചിത്രം വരയ്ക്കും അല്ലേ? അപ്പം ഇപ്പൊ നമ്മളുടെ കൂടെ ജോയിൻ ആയിട്ട് ഇപ്പൊ എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളിന്റെ ഒരു കോളേജിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ ഡെയിലി പോകുന്നില്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടൊക്കെ? ഇത് ഈ പ്ലാറ്റ്ഫോം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനും മിസ് വന്നപ്പോൾ ഞാൻ വെച്ചത് എന്തായിരിക്കുമോ അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് കയറിയത്. പക്ഷെ നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരു എന്താ പറയണ്ടേ, എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും എല്ലാവരും ഒന്ന് മനസ്സിലായി. സ്കൂളിന്റെ അതേ ഒരു അതുപോലെ ഇല്ലെങ്കിലും അതിന്റെ ചെറുതായിട്ടൊന്ന് നമുക്ക് ഒരു ഫീൽ കിട്ടി കേട്ടോ. പരസ്പരം മനസ്സിലാക്കാനും അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരത്തേക്കെങ്കിലും കുറച്ച് ഫണ്ണായിട്ട് ഇരിക്കാനൊക്കെ പറ്റും അല്ലേ? അതെ അതെ അതെ, പറ്റും. ഓക്കെ, താങ്ക് യു.
ഓക്കെ താങ്ക് യു. എന്റെ പേര് സമീഹ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് എടുത്തിരുന്നത്. അപ്പൊ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോ മാരേജ് ആയി, പിന്നെ പ്രഗ്നൻസി ആയി. അപ്പൊ ത്രൂ ഔട്ട് എന്റെ കൊറോണ ടൈമിലായിരുന്നു സെക്കൻഡ് ഇയർ. മാരേജ് ആയാലും ഡെലിവറി ആയാലും എല്ലാം. അപ്പോ ആ സമയത്ത് തന്നെ എക്സാമും ഒക്കെ അറ്റൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് റെഗുലർ ആയിട്ട് PGക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു ബ്രേക്ക് എടുക്കാനും ഒരു മൈൻഡ് ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ ഒരു വിഷമം കാരണം ഒരു മോണ്ടിസോറി കോഴ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഞാനൊരു സ്കൂളിൽ PR ആയിട്ട് ജോലിക്ക് കയറി. അതിപ്പോ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. സെക്കൻഡ് ബേബി ആയ കാരണം ഇപ്പൊ രണ്ടുപേരെയും കൂടി മാനേജ് ചെയ്ത് ജോബിന് പോകാൻ പറ്റാത്ത കാരണം ഇപ്പൊ ഈ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് വർക്കിന് കയറാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ PG എടുത്ത് നിൽക്കുന്നു. പറയൂ, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ളതോ? ഞാൻ എന്റെ സ്റ്റഡീസ് ഫുള്ളും ഞാൻ കുറെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് ഇപ്പൊ എന്റെ ഡിഗ്രി ആയാലും ഫിനിഷ് ചെയ്തത്. എന്റെ മോണ്ടിസോറി കോഴ്സ് ആയാലും ഞാൻ ഫിനിഷ് ചെയ്തത്. പിന്നെ ഞാൻ എന്റെ ഹോബീസ് എന്ന് പറയുന്നത് ഞാൻ പാട്ടൊക്കെ പാടും. പിന്നെ ഹസ്ബൻഡ് ഒരു സിംഗറാണ്. അപ്പൊ അങ്ങനൊക്കെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങനെ പാട്ടൊക്കെ കുറച്ചൊക്കെ പാടി ഇതാക്കിയിട്ടുള്ളതാണ്. അങ്ങനൊക്കെ ഉള്ളു. രണ്ടുപേരും നന്നായി പാട്ട് പാടും അല്ലേ? ഹസ്ബൻഡ് സിംഗറാണ്. അപ്പൊ ആളുടെ കൂടി കൂടി ഇപ്പൊ നമ്മള് പാട്ടൊക്കെ പാടും. അങ്ങനത്തെ അതൊക്കെ ഉള്ളു ഹോബീസ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ രണ്ടുപേരും? അയ്യോ, പ്രിപ്പയർ ചെയ്തല്ലേ പാടാൻ പറ്റൂ? വേണോ ട്രെയിനിങ്? കുട്ടികൾ തമ്മിക്കുള്ള ആളുടെ ഇടയിൽ കൂടി കയറി പിന്നെ പറഞ്ഞു. ഓക്കെ ഓക്കെ, ശരി. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് വരുന്ന സെഷൻസിലൊക്കെ ഇതുപോലെ ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുത്തോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി ആയിഷ വന്നതാണോ? ആയിഷ അൻവ അങ്ങനെ പേര് കാണുന്നേ. ഓക്കെ ഓക്കെ, രണ്ടായിഷ. സോറി. ഓക്കെ, ആയിഷ ഫിദ ആദ്യം പറഞ്ഞോളൂ, അത് കഴിഞ്ഞിട്ട് ആയിഷ പറയാം. ഓക്കെ, എന്റെ പേര് ഐഷ ഫിദ. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രി 2021 പാസ് ഔട്ട് ആണ്. അത് കഴിഞ്ഞ് മാരീഡായി. അത് കഴിഞ്ഞ് ഞാനൊരു മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് UAE വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഫൺ ഫാക്ട് എന്താ വിചാരിച്ചാല്, ഞാൻ കോഡിങ്ങിന് വേണ്ടി ജോലിക്ക് പോയിട്ട് ഞാൻ ലാസ്റ്റ് HR-ലാണ് എത്തിപ്പെട്ടത്. HR-ലാണ് വർക്ക് ചെയ്തത്. പിന്നെ ക്യാരിങ് ആയതുകൊണ്ട് ഇപ്പൊ റിസൈൻ ചെയ്ത് നാട്ടിലുണ്ട്. ഇപ്പൊ ബേബി ഉണ്ടായതുകൊണ്ട് ഓഫ്ലൈൻ ആയിട്ട് എന്തെങ്കിലും ഈ ടൈം യൂട്ടിലൈസ് ചെയ്ത് വെച്ചിട്ട് PG MA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്ത്. പിന്നെ ഹോബീസ് എന്ന് പറഞ്ഞാല് റീഡിങ് ആണ്. മോസ്റ്റ്ലി റീഡിങ് തന്നെയാണ്. പിന്നെ റൊമാൻറ്റിക് എന്നൊക്കെ പകരം കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് ക്രൈം ത്രില്ലേഴ്സ് ആണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പൊ ഒരു ദൃശ്യം 3D 4D ഒക്കെ സ്ക്രിപ്റ്റ് ചെയ്താൽ പറ്റും അല്ലേ? എഴുത്തിന് വീക്ക് ആണെങ്കിലും പക്ഷെ സ്റ്റോറീസിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. താങ്ക് യു ആയിഷ. എന്റെ പേര് ആയിഷ അൻവ. ഞാന് കോഴിക്കോട് നന്ദി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ BA ഇംഗ്ലീഷ് ചെയ്തു. അത് കഴിഞ്ഞ് B.Ed കഴിഞ്ഞു. B.Ed കഴിഞ്ഞ് ഒരു വർഷം ഗ്യാപ്പിലാണ് ഇപ്പൊ MA ചെയ്തത്. ബേബി ആയതുകൊണ്ട് ഗ്യാപ്പ് വന്നതാണ്. ഫൺ ഫാക്ട് എന്നൊക്കെ പറഞ്ഞാല് ചെറുതായിട്ട് കഥയും കവിതയൊക്കെ എഴുതും. ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആകുമ്പോൾ എപ്പോഴും ഈ കഥകളോടും കവിതകളോടും പാട്ടിനോടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കലയോട് കുറച്ച് താല്പര്യമുള്ളവരായിരിക്കും അല്ലേ? ഓക്കെ, ബേബി ഉണ്ട് തോന്നുന്നു അല്ലെ കൂടെ, അതുകൊണ്ടുള്ള ഒരു ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ. ഇതാണ് ഇനി നമ്മുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പക്ഷെ വളരെ എൻഗേജിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഗെയിമാണ് ഇപ്പോ ഇവിടെ കാണുന്നത്. വിർച്വൽ സ്കാവഞ്ചർ ഹണ്ട് എന്നാണ് ഗെയിമിന്റെ പേര്. അപ്പൊ ഈ പേരൊന്നും കേട്ട് പേടിക്കണ്ട. ഇതിന്റെ റൂൾസ് എന്താന്ന് പറഞ്ഞുതരാം. റൂൾസ് എന്താന്ന് വെച്ചാല്, ഫസ്റ്റ് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ക്യാമറ ടേൺ ഓൺ ചെയ്യുക. ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ഈ ഗെയിമിന്റെ ആ ഒരു
എന്താ പറയാ ഒരു സ്പിരിറ്റും അതുപോലെ തന്നെ അതിന്റെ ഒരു ആക്റ്റീവ്നെസ്സും അതിന്റെ സോൾ, ആ ഗെയിമിന്റെ സോള് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ ഗെയിം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനിൽ ഒരു പിക്ചർ കാണിക്കും. അത് ഫോർ എക്സാമ്പിൾ ഒരു കപ്പ് ആവാം, ഒരു പെൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ആ PPT-യിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന പിക്ചർ എന്താണോ അത് നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും ആ ഐറ്റം. അത് ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഓടിപ്പോയി ക്യാമറയിൽ കാണിക്കാം, വന്നിട്ട് ക്യാമറയിൽ കാണിക്കാം. അപ്പോ എത്ര ആൾക്കാർക്ക് പെട്ടെന്ന് ഇതിൽ പറയുന്ന എല്ലാ ഐറ്റംസും എടുത്തുകൊണ്ട് വന്ന് ക്യാമറയിൽ കാണിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഗെയിം. ഇപ്പൊ കുറച്ച് ഫിസിക്കൽ ടാസ്ക് ഒക്കെ വേണ്ടി വരുന്നതാണ്. ഓടിപ്പോയിട്ട് ഇപ്പൊ കിച്ചണിലാണെങ്കിലും പോയിട്ട് എടുത്തുകൊണ്ട് വരേണ്ട ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളെ ഒന്ന് എനർജറ്റിക് ആക്കുക, അതാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, നോക്കിയാലോ നമുക്ക്? ഓക്കെ അല്ലേ? എല്ലാരും റെഡി അല്ലേ? ഗെറ്റ് സെറ്റ് അല്ലേ? ഓക്കെ, എല്ലാരും ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെക്കൂട്ടോ. അതെ, ആദ്യം എല്ലാവരും ആരാണ് ക്യാമറ ഒക്കെ ഓണാക്കി വെക്കുക. കൊണ്ടുവരുന്നതെന്നാണ് നോക്കുക. ഓക്കെ അതെ. ഓക്കെ, ആദ്യം വളരെ ഈസി ആയിട്ടുള്ളതാണ്, കപ്പ് ഓർ മഗ്. പെട്ടെന്ന് പോയി എടുത്തോളൂ, പെട്ടെന്ന്, ക്വിക്ക്. എടുത്തോണ്ട് വരാനൊക്കെ സമയമുണ്ട് കേട്ടോ. പോയി എടുത്തിട്ട് വന്ന് ഇവിടെ സ്ക്രീനിൽ കൊണ്ടുവന്ന് കാണിക്കുക. വേഗം പോണം. പക്ഷെ കൊണ്ടുവന്നോ? മതി മതി, ക്യൂട്ടായിട്ടുണ്ട്. ഓക്കെ, കപ്പ് എടുക്കാൻ കുറെ കിച്ചണിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഹിബ ഫാത്തിമയാണ് ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് കൊണ്ടുവന്നത് ഹിബയാണ്. യെസ്, കൺഗ്രാറ്റ്സ്. വളരെ ചെറുതാണെങ്കിൽ കൂടി ഒരു കപ്പ് കിട്ടിയല്ലോ. അതെ, ഇനി നമുക്ക് പോയവര് തിരിച്ചു വന്ന് നോക്കാം. ഇനി ആരാണ്? പോയ എല്ലാവർക്കും കിട്ടിയോ? കപ്പ് കിട്ടിയോ? കാണുന്നുണ്ടോ? ശരണ്യക്ക് കിട്ടിയോ കപ്പ്? കിട്ടി. കുറച്ചേരെ കിട്ടിയിട്ട് ക്യാമറയിൽ കാണുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, വീണയ്ക്ക് ഉണ്ട്, ഷിഫാൻ ഉണ്ട്, ആയിഷ ഫിദ. ബാക്കി എല്ലാവരും ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് കാണുന്നില്ല. എല്ലാരും ഓൺ ആക്കിയാലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗെയിം എനർജറ്റിക് ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാരും കപ്പ് കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. കലണ്ടർ. കലണ്ടർ അതെല്ലാവർക്കും വീട്ടിലുണ്ടാവില്ലല്ലോ അല്ലെ? ഇല്ല കേട്ടോ കലണ്ടർ. ഇല്ലേ? കലണ്ടർ വെച്ചിട്ടില്ലേ? ഫോണില് കലണ്ടർ ഉണ്ടല്ലോ അല്ലെ? കൊണ്ടുവന്നു, രേവതി കൊണ്ടുവന്നു. ഫോണിലെ കലണ്ടർ മതിയോ? ഫാത്തിമുണ്ട്, റേവൻ, റേൻ ഉണ്ട്, വീണ കൊണ്ടുവന്നിട്ടുണ്ട്. ഹിബ അവിടെയും വ്യത്യസ്തതയായി ഹിബ ഫോണിൽ കാണിച്ചിരിക്കുകയാണ്. അവിടെ ഹിബ ഒരു ഡിഫറെന്റ് ആയി. ഹിബ ഭയങ്കര സ്മാർട്ടാണ്, സ്മാർട്ട് ഗെയിമാണ്. മാം, ഞാൻ നാളെ ഡൽഹിക്ക് പോകുന്നുണ്ട്. ഇവിടെ എല്ലാം പാക്കിങ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എളുപ്പം വഴി നോക്കി. റേൻ ഇപ്പൊ ഈ കഴിഞ്ഞ ഗെയിംസിലെല്ലാം വളരെ സ്പോർട്ടീവ് ആയിട്ട് എല്ലാം എടുത്തോണ്ട് വന്നു കേട്ടോ. അതെ, ആയിഷ ഭയങ്കര ആക്റ്റീവ് ലേണറാ തോന്നുന്നു. അതെ അതെ അതെ. ആയിഷ പിന്നെ ആയിഷ അൻവ ആളുടെ കയ്യില് ബേബി ആയ കാരണം കൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ബാക്കി കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ? ഡിലേ വേണ്ട, നമുക്ക് അടുത്ത് നോക്കാം. റിട്ടൺ ഡയറി ഓർ നോട്ട്ബുക്ക്? കിട്ടി മാം, കിട്ടി. ഹിബ വിത്ത് ദ വേർഡ് ലേൺ വൈസ് ക്ലിയർലി റിട്ടൺ എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇതാവില്ലല്ലോ അല്ലെ? ഹിബയുടെ കയ്യിലുണ്ട്, ശരണ്യയുടെ കയ്യിലുണ്ട്. ലേണേഴ്സിന്റെ ബുക്ക് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവിടെ ഒരു പോയിന്റ് പോയി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് ആയിഷ അൻവ ബേബിയുടെ കൂടെ ബുക്കും കൊണ്ടുവന്നിരിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും ഉണ്ട്. സുഫൈറ ഉണ്ട്, വീണ ഉണ്ട്. ആയിഷ ഫിദ കൊണ്ടുവന്നില്ല. സിസ്റ്ററുടെ കയ്യിലില്ലല്ലോ. സിസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്ന ബുക്ക് ശ്രദ്ധിച്ചില്ല ഞാൻ. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കിയാലോ? അടുത്ത എന്താണ് ഒബ്ജക്റ്റ് നോക്കാം. മെഷറിംഗ് ഡിഫിക്കൽട്ട് ആവും അല്ലേ? ഉണ്ടോ? ആരോ ചോദിക്കുന്നുണ്ട് വീട്ടില്. മാം, കിട്ടി. ആർക്ക് കിട്ടി? ഓ, ഹിബ കിട്ടിയിട്ടുണ്ടേ. കിട്ടി. വീണയ്ക്ക് കിട്ടി. പിന്നെ ആർക്ക് കിട്ടി? ശരണ്യക്ക് കിട്ടിയോ?
ഇല്ല. ഇവിടെ ഇല്ല കേട്ടോ മെച്ചം ക്യാപ്പ്. ഷിഫാനയ്ക്ക് കിട്ടി. രേവതിക്ക് കിട്ടിയോ? ഇല്ല. ഇല്ല, ടേപ്പ് ഇല്ല. ഇല്ല, ടേപ്പില്ല അല്ലേ? റെയിന് കിട്ടിയിട്ടില്ല തോന്നുന്നു. പിന്നെ ഐഷഫിദ ടേപ്പ് ഉണ്ടോ? ആ ഉണ്ട് 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 ഉണ്ട്. ഒക്കെ ടൈലേഴ്സ് ആണോ അതോ വെറുതെ ടേപ്പ് വാങ്ങി വെച്ചിരിക്കുക? അല്ല മാം, കുറച്ചൊക്കെ തയ്ക്കുകയൊക്കെ ചെയ്യും. ഓക്കെ ഓക്കെ. ബാക്കി എല്ലാവരും ക്യാമറ ഓഫ് ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ടേപ്പ് കാണാനില്ല. അയ്യോ സാരമില്ല. കുഴപ്പമില്ല. കിട്ടിയില്ലേ? സാരില്ല, കുഴപ്പമില്ല, ഉള്ളത് മതി. അല്ലെങ്കിൽ അടുത്ത ടൈലർ ഷോപ്പിലൊക്കെ പോയിട്ട് കുത്തിപ്പിടിച്ച് വാങ്ങേണ്ടി വരും. സാരില്ല. ടൂത്ത് പേസ്റ്റ്. ഇത് എല്ലാവർക്കും കിട്ടും, ഇപ്പൊ കിട്ടും. ടൂത്ത് പേസ്റ്റ് പല്ല് തേക്കുന്ന എല്ലാവർക്കും കിട്ടും. പല്ല് അതെ. കിട്ടി. കിട്ടി. ഐഷയ്ക്ക് കിട്ടി. എനിക്ക് കിട്ടി. ആഴ്ചക്ക് കിട്ടി, വീണയ്ക്ക് കിട്ടി. പിന്നെ ഇവിടെ നമുക്ക് പല ബ്രാൻഡിന്റെ ടൂത്ത് പേസ്റ്റ് ഹിബയ്ക്ക് കിട്ടിയില്ലേ? കോൾഗേറ്റ് ഉണ്ട്. പിന്നെ വേറെ ഏതൊക്കെയാണ് കമ്പനികള്? ഇവിടെ ഗസ്റ്റ് ഉണ്ട്, ഞാൻ പോകുന്നോണ്ട് ഗസ്റ്റ് ഒക്കെ ഉള്ളോണ്ട് എനിക്ക് മുറിയുടെ പുറത്തോട്ടിറങ്ങാൻ ഇച്ചിരി പാടാ. ആണോ? കുഴപ്പമില്ല. ഓക്കെ. കിട്ടി കിട്ടി. രേവതിക്ക് കിട്ടി, ശരണ്യക്ക് കിട്ടി. ശരണ്യയുടെ കോൾഗേറ്റ് ആണ്, പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമയ്ക്ക് വീഡിയോയില് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാണിക്കൂ. റേന്റെ എവിടെയാണ്? ആ ഓക്കെ 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 ഓക്കെ. പിന്നെ ഷിഫാനയുടെ കോൾഗേറ്റ് ആണെന്ന് തോന്നുന്നു. യെസ്, കോൾഗേറ്റ് അതെ ആണ്. അതെ അതെ. KP നമ്പൂതിരീസ് ഉണ്ട്. ഫാത്തിമയുടെ കയ്യിൽ KP നമ്പൂതിരീസ്. പിന്നെ സുഫൈറ കോൾഗേറ്റ് ആണ്. പിന്നെ വീണ എടുത്തോണ്ട് വന്നിരിക്കുന്ന പേസ്റ്റ് സെൻസോഡൈനോ. ഓക്കെ. പിന്നെ ആയിഷാൻവയുടെ കയ്യിലുള്ള പേസ്റ്റ് ഏതാണ്? ബേബിയുടെ കയ്യിലാണ് പേസ്റ്റ് ഉള്ളത്. അതെ, ബേബിയുടെ കയ്യിലാണ് പേസ്റ്റ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ? അപ്പം അടുത്ത ഒബ്ജക്റ്റ് എന്താ നോക്കാം. നിങ്ങളിപ്പോ കുറച്ച് എനർജറ്റിക് ആയില്ലേ? ഈ ഗെയിം കൊണ്ട്, ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു എനർജി കിട്ടിയില്ലേ? എന്താന്നുള്ളതൊക്കെ. എനിത്തിങ് യെല്ലോ ഇൻ കളർ. എനിത്തിങ് യെല്ലോ ഇൻ കളർ. എന്ത് വേണമെങ്കിലും ആവാം. റയൻ മറ്റേ ബുക്ക് ആ മതി മതി മതി. അത് ഒരു മിനിയേച്ചർ. കാണുന്നുണ്ട് 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 കാണുന്നുണ്ട്. ശരണ്യയുടെ കാണാം കാണാം. ഒരു ചെയർ ഉണ്ട്. ദീപയുടെ കാണാൻ. ചെയറൊക്കെ പൊക്കി കൊണ്ടുവന്നോ? രേവതിയുടെ കാണാം. റെയിന് പിന്നെ ഒന്നും വേണ്ട, കാരണം ഇട്ടിരിക്കുന്ന ഡ്രസ്സേ യെല്ലോ ആണ്. അതുകൊണ്ട് പിന്നെ ഷിഫാന കാണാൻ പറ്റുന്നില്ല. വീഡിയോ ഓഫ് ആണോ എന്തോ അറിയാൻ പറ്റുന്നില്ല. ഓക്കെ. ആയിഷ ഫിദയുടെ ഉണ്ട്. സുഫൈറ, ഫാത്തിമ ഒരു റിങ് കൊണ്ടുവന്നിട്ടുണ്ട്. സുഫൈറ ഒരു ചെയർ ആണ്. ചെയർ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ അടുത്തിരുന്ന് പോസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആയിഷ അൻവ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. സിസ്റ്ററുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. സിസ്റ്ററുടെ കയ്യിൽ എന്തോ കണ്ടിരുന്നു. ക്ലോത്ത്. ഓക്കെ. വീണ എന്താ എടുത്തിട്ടുള്ള? ബുക്ക് മാർക്കാണോ? ബുക്ക് മാർക്കാണ്. വീണയുടെ കയ്യിൽ ബുക്ക് മാർക്കാണ്. ഓക്കെ. വീണ ഒരു റൈറ്റർ ആണ്, അതുകൊണ്ട് ബുക്ക് മാർക്കാണ് പെട്ടെന്ന് കിട്ടിയത്. പിന്നെ ചെയറിൽ ഇരിക്കുന്നവർക്ക് ചെയർ കിട്ടി പെട്ടെന്ന്. ഓക്കെ. സാനിറ്റൈസർ. ഇതിപ്പോ ചിലപ്പോ കുറവായിരിക്കും. ഒരു കൊറോണ ടൈം ഒക്കെ ആണെങ്കിൽ ചിലപ്പോ നമ്മുടെ ബെഡിനടുത്ത് വരെ സാനിറ്റൈസർ ആയിരിക്കും. അതെ, ഇതിപ്പോ കിട്ടാൻ ചാൻസ് ഇല്ല തോന്നുന്നു. അപ്പോ ചിലപ്പോ ഒന്ന് തപ്പേണ്ടി വരും. ഒരു 2020, 2019 കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് പോകണം. കിട്ടി. സുഫൈറ കിട്ടി. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഡെറ്റോള് മതി, കുഴപ്പമില്ല. നമുക്കൊരു സാനിറ്റൈസർ ആയിട്ട് കണക്കാക്കാം ഡെറ്റോളിനെ. പിന്നെ രേവതി തിരയാൻ പോയിട്ടുണ്ട്, ശരണ്യ തിരയാൻ പോയിട്ടുണ്ട്, ഐഷഫിദ തിരയാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോ സാനിറ്റൈസർ കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ട് ചോദിച്ചു വാങ്ങും. ഹിബ ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. ഹാൻഡ് വാഷ് ആണോ അത്? അല്ല, സാനിറ്റൈസർ തന്നെയാണോ രേവതിയുടെ? രേവതി കണ്ടു. എല്ലാവരും എവിടേക്കോ പോയിട്ട് തിരയുന്നുണ്ട്, പക്ഷെ എവിടെയും തിരയാൻ പറ്റാത്ത രീതിയിൽ ഹിബ ലോക്കായിരിക്കുകയാണ് വീടിന്റെ ഉള്ളില്, റൂമിനുള്ളില്. പഴയ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടേ. മതി പഴയതേ കിട്ടുള്ളൂ, കാരണം ഇപ്പൊ ആരും ഇത് യൂസ് ചെയ്യുന്നില്ലല്ലോ അധികം. സിസ്റ്ററുടെ കയ്യിലുണ്ട്, കറക്റ്റ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ സുഫൈറയുടെ കയ്യിലുണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ട്. ഓക്കെ.
ഏറ്റവും കൂടുതൽ ഈ സാനിറ്റൈസറിന്റെ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു ടൈമാണ് അല്ലേ, കൊറോണ ടൈം 2019 അതെ 2020. അന്ന് നമുക്ക് സാനിറ്റൈസർ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. ടുഡേയ്സ് ന്യൂസ് പേപ്പർ, ഇവിടെ ന്യൂസ് പേപ്പർ എന്നാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടും, പക്ഷെ ടുഡേയ്സ് ന്യൂസ് പേപ്പർ ഇന്നത്തെ ന്യൂസ് പേപ്പർ തന്നെ വായിക്കും കൊണ്ടുപോകും. ഡേറ്റ് നോക്കി എടുത്തിട്ട് വന്നോളൂ, ഡേറ്റ് തെറ്റാൻ പാടില്ല. ഞാൻ ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് 2 ദിവസമായി, അതുകൊണ്ട് ഇന്നത്തെ ന്യൂസ് പേപ്പർ കിട്ടിയോ? ആർക്കാ കിട്ടിയ ഫസ്റ്റ് വീണ, പിന്നെ 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 ബാക്കി എല്ലാവരും തിരയാൻ പോയിരിക്കുകയാണ്. രേവതിക്ക് കിട്ടി. രേവതിക്ക് കിട്ടി. ഞാനൊരു ലക്ഷദ്വീപ് ന്യൂസ് പേപ്പർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതെ, ഫാത്തിമ അത് അവിടുത്തെ ന്യൂസ് പേപ്പർ തന്നെയാ വരുന്നത്, കേരളത്തിൽ ന്യൂസ് പേപ്പർ കൊണ്ടുവരില്ല. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം കഴിഞ്ഞു പോയില്ലേ. മലയാള മനോരമ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരുടെ കയ്യിലും ഇന്നത്തെ ന്യൂസ് പേപ്പർ ഉണ്ട്. ശരണ്യ പഠിക്കത്തില്ല അല്ലെ? ഇവിടെ ന്യൂസ് പേപ്പർ ഇല്ല കേട്ടോ. അതെ അല്ലെ, ഓക്കെ, സാരില്ല, ഇത് തെറ്റല്ലല്ലോ. നമ്മളെ മൊബൈലിൽ നോക്കിയിട്ടാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇവിടെ വന്നതിന് ശേഷം ന്യൂസ് പേപ്പർ കണ്ടിട്ടില്ല. നാട്ടിലൊക്കെ വെച്ച് വീട്ടിലുണ്ട്, ഇവിടെ കണ്ടിട്ടില്ല സാധനം. സോക്സ് ബ്ലാക്ക് തന്നെ വേണേ, വേറെ സോക്സ് എടുക്കരുത്, ബ്ലാക്ക് തന്നെ വേണം. ഏതോ വാഷ് ചെയ്യാത്ത സോക്സ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ആരൊക്കെ ബാഗിന്റെ ഉള്ളിൽ നിന്നൊക്കെ. ഓക്കെ, റൈൻ, രേവതി, എനിക്ക് കിട്ടി. പിന്നെ ആരാണ്? കാണുന്നുണ്ടോ? ശരണ്യ കാണുന്നുണ്ട്, കണ്ടു. കുഴപ്പമില്ല, ഡാർക്ക് ബ്ലൂ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആയിട്ട് പരിഗണിക്കാം. പാക്ക് ചെയ്തതൊക്കെ അൺപാക്ക് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ? ഹിബ ഇല്ല, സുഫേറയ്ക്ക് കിട്ടിയില്ല. പിന്നെ വീണ എടുത്തില്ല എന്ന് തോന്നുന്നു അല്ലേ? ബ്ലാക്ക് സോക്സ് ഇല്ല. ഇല്ലേ? കുട്ടികൾക്ക് ഏത് സോക്സാ? വൈറ്റ് ആണല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഐഷാൻ വാ കണ്ടു കേട്ടോ, ബ്ലാക്ക് സോക്സ് കണ്ടു. ഫാത്തിമ ബ്ലാക്ക് സോക്സ് കണ്ടു. പക്ഷെ നഷ്ടപ്പെട്ടത് എനിക്ക് ലക്ഷദ്വീപിന്റെ ന്യൂസ് പേപ്പറാണ്. അത് ഫ്ലൈറ്റ് നാളെ വരും, ഒരു ദിവസം കഴിഞ്ഞിട്ട് നാളെയാണ് ഇന്നത്തെ പേപ്പർ വായിക്കല്ലേ? അങ്ങനെ പിന്നെ പയ്യ പേപ്പർ കുറെ ഉണ്ട്. ഇപ്പൊ പിന്നെ ന്യൂസ് പേപ്പർ അങ്ങനെ കൂടുതലും വായിക്കലില്ലെന്ന് തോന്നുന്നു, എല്ലാരും ഫോണല്ലേ ഇപ്പൊ. കുട്ടി, ഞാൻ ഒരു ഷോക്സ് ഞാൻ എടുത്തിട്ട് വരുന്നുള്ളൂ, പയർ എടുത്തിട്ട് വന്നില്ല. പയർ കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് പയർ. ഒറ്റ സോക്സ് ആയിട്ട് ഇടാൻ പാടില്ല ഉമ്മ അല്ലെ, 2 സോക്സ് വേണല്ലോ. ഇനി ഫാമിലി ഫോട്ടോ ഫ്രെയിമിൽ നിങ്ങളുടെ ഫോട്ടോയും ഉണ്ടായിക്കോട്ടെ, ഫ്രെയിം മാത്രം വേണ്ട. കൊണ്ടുവന്നിട്ടുണ്ട്, റയൻ കൊണ്ടുവന്നിട്ടുണ്ട്. മാം, ഫാമിലി ഫോട്ടോ ഫ്രെയിം വേണമെന്നുണ്ടോ? ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്ന മതിയോ? ഇവിടെ ഫ്രെയിം ചെയ്തില്ല, ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, റയൻ ഉണ്ട്, രേവതി ഉണ്ട്, പിന്നെ ആരാണ്? ആയിഷ ഫിദയുടെ ഉണ്ട്. ഓക്കെ, ആയിഷ ആൻഡ്രയുടെ ഉണ്ട്. ഫ്രണ്ട്സിനെ കൂടുതൽ സ്നേഹിക്കുന്ന കുട്ടി ഇവിടെ? ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഒരു ഫാമിലി ഫോട്ടോ. പക്ഷെ ചിലപ്പോ നമ്മൾ വോളിലൊക്കെ ഹാങ് ചെയ്തിരിക്കുകയും സുഫീർ അതിന്റെ അടുത്ത് നിന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടു. ഓ, നല്ല ഭംഗിയുണ്ടല്ലോ, വെഡിങ് ഫോട്ടോ ആണെന്ന് തോന്നുന്നു. അതെ. അപ്പം എല്ലാ വീട്ടിലും ഉണ്ടാവും എന്തായാലും. ഇത് ചിലപ്പോ വോളിൽ ഹാങ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും എടുത്ത് വെച്ചിരിക്കും. ഇപ്പൊ പോയി എടുത്തോണ്ട് വരാൻ പോയാൽ ചിലപ്പോ അല്ലെ വീട്ടിലുള്ളവരോട് ചിത്ത വെക്കും. നെക്സ്റ്റ് അംബ്രല. ഇതെന്തായാലും ഉണ്ടാവും, കാരണം ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് മഴ ഭയങ്കരമാണ്. വീണരെ കിട്ടി, കണ്ടു. തുറക്കാത്ത അംബ്രല. വേണ്ട, നല്ല പുത്തൻ പുതിയ അംബ്രല. റയന്റെ ക്യാമറയിൽ കൊള്ളാത്തൊരു വലിയ അംബ്രല, രേവതിയുടെ ഒരു ചെറിയ അംബ്രല, പിന്നെ ശരണ്യയുടെ അംബ്രല കാണാൻ പറ്റുന്നില്ല.
ഇവിടെ ഇല്ല മാം. ഇവിടെ ഇവിടെ അംബ്രല്ല ഓൾറെഡി വേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ല, ഇവിടെ ന്യൂസ് പേപ്പർ വേണ്ട, ഇവിടെ അംബ്രല്ല വേണ്ട. അതെ അതെ, ഓടിയിട്ടും കാര്യമില്ല, അതൊന്നും ഇല്ല ഇവിടെ. ഇല്ല. ഓക്കെ, രേവതിയോ? ഇല്ല. ഓക്കെ, കേട്ടില്ല, എന്തായിരുന്നു? അംബ്രല്ല കൊണ്ടുവന്നായിരുന്നു അല്ലേ? ഓ, ഞാൻ കാണിച്ചു കാണിച്ചു. അംബ്രല്ല. ഹിബ തിരയാണ് തോന്നുന്നു, സുഫേറും തിരയാണ്. ഹിബയുടെ കയ്യിലില്ലല്ലോ? ഇല്ല, ലോക്ക്ഡ് ആണ്. ഇല്ല മാം, റൂമിന് പുറത്തിരിപ്പുണ്ട്. ഓക്കെ, പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് എടുത്തില്ല. ഫാത്തിമ തെരഞ്ഞുകൊണ്ടിരിക്കുക, ഇതുവരെ കിട്ടിയിട്ടില്ല. സുഫേറയും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിഷഫിദ മ്യൂട്ടാ. റൂമിലില്ല. റൂമിലില്ല. ഓക്കെ. പിന്നെ ബാക്കി എല്ലാവരും ഓഫ് ചെയ്തു തോന്നുന്നു, ഉറങ്ങാൻ പോയെന്ന് തോന്നുന്നുണ്ട്. 9:30 ആയില്ലേ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കാൻഡിൽ. കാൻഡിൽ ഉണ്ട്. യെസ്, ആയിഷഫിദയുടെ മുഖത്ത് മിന്നി തിളങ്ങി. എന്റെ അടുത്തൊരു കാൻഡിൽ ഉണ്ട്, ഞാൻ ഫസ്റ്റ് കൊണ്ടുവരും. യെസ്. ഓക്കെ. ഹിബേനെ കാണുന്നില്ല, ഹിബ ഇസ് മിസ്സിംഗ്. റൈന്റെ കയ്യിലുണ്ട്. പിന്നെ രേവതിയുടെ കയ്യിലുണ്ടോ? ഇല്ല. ശരണ്യയുടെ കയ്യിലുണ്ടോ? ഇല്ല മാം. ഇല്ല. ഞങ്ങളുടെ ഇവിടെ ഫോൺ മാത്രമേ ഉള്ളൂ. ന്യൂസ് പേപ്പർ ഇല്ല, കൊടല്ല, കാൻഡിൽ ഇല്ല. ഓക്കെ, ഇല്ല. ആയിഷാൻവ ഇല്ല. ഫാത്തിമ കിട്ടിയോ? കിട്ടി. ഓക്കെ. കിട്ടി. സുഫൈറ? ആ, കിട്ടിയില്ല. ഫാത്തിമ കിട്ടിയില്ല. ഓക്കെ, സാരില്ല, ഇനി ആരോടും പോയി ചോദിക്കാൻ നിൽക്കണ്ട രാത്രി. നെക്സ്റ്റ് ഇസ് റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡ്. എനിക്ക് കിട്ടി. ആ, രേവതിക്ക് കിട്ടി. എനിക്ക് കിട്ടി. ഓക്കെ, സുഫൈറക്ക് കിട്ടി. പിന്നെ ഫാത്തിമ കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. ഒരു മിനിറ്റ്. കുറെ ആളെ വിട്ടുണ്ടാവും അല്ലെ? ശരണിക്ക് കിട്ടിയോ? ഇവിടെ ഇല്ല മാം, റബ്ബർ ബാൻഡ്. ഇവിടെ ഇല്ല. ഫാത്തിമയ്ക്ക് കിട്ടി. റബ്ബർ ബാൻഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. തലയിൽ ഇടുന്ന ഒരു ബാൻഡ്. അതിവിടെ ഉണ്ട്, തലയിൽ ഇടുന്നത്. റബ്ബർ ബാൻഡ് ഇല്ല. ആ, പിന്നെ റൈനെ കാണുന്നില്ല. റൈൻ ഈസ് മിസ്സിംഗ്. റബ്ബർ ബാൻഡ് തരാൻ പോയിരിക്കുകയാണ്. രേവതി കാണിച്ചിരുന്നു അല്ലെ? വീണ കാണിച്ചിരുന്നു. പിന്നെ ഹിബ. യെസ്, ഹിബ കാണിച്ചു. ആയിഷാൻവ കാണിച്ചിരുന്നോ? ആയിഷഫിദ ഇല്ല. ഓക്കെ, എനിക്ക് കിട്ടിയില്ല. ഇനി അന്വേഷിച്ചത് അമ്മനെ ഓടിക്കും. വേണ്ട, മതി. രാത്രിയായി, ഇനിയിപ്പോ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ തല്ലുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. പോട്ടഡ് പ്ലാന്റ്. പുറത്തൊന്നും പോയി സെറ്റ് എടുത്തോണ്ട് വരണ്ട, എടുക്കാൻ പറ്റുന്ന സെറ്റ് മാത്രം എടുത്തോണ്ട് വന്നാൽ മതി. ഓക്കെ, വെരി ഗുഡ്. റയന്റെ കയ്യിൽ ഫസ്റ്റത്തെ കിട്ടിയിരിക്കുകയാണ് പോട്ടഡ് പ്ലാന്റ്. എക്സാക്ട് അല്ലെങ്കിലും ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയുള്ള ഒരു പോട്ടഡ് പ്ലാന്റ് ആണ്. വൈറ്റ് പോട്ടലല്ലേ? പിന്നെ ശരണ്യ ഇല്ലല്ലോ പ്ലാന്റ്? മതിയോ? ഇല്ല. സുഫേറയുടെ ഇല്ല. പിന്നെ രേവതി കൊണ്ടുവന്നിരുന്നോ? ഇല്ല. പോട്ട് മാത്രമേ ഉള്ളൂ, പ്ലാന്റ് ഇല്ല. ഓക്കെ, ആയിഷാൻവയുടെ കയ്യിലുണ്ട്. പിന്നെ ഫാത്തിമ പോയി എന്ന് തോന്നുന്നു, ഫാത്തിമേനെ കാണുന്നില്ല. ഹിബ പുറത്താണ് പ്ലാൻസ് ഒക്കെ. ഓക്കെ, കുഴപ്പമില്ല. ആ പ്ലാന്റ് എടുക്കാനും പറ്റില്ല. ഉള്ള പ്ലാന്റ് ഒക്കെ എടുത്തോണ്ടെന്ന് തീരുമാനാവില്ലേ? അലാം ക്ലോക്ക്. ചെറുത് കേട്ടോ, വോളിലുള്ളതല്ല. വോളിലുള്ളത് എടുക്കണ്ട കേട്ടോ. കാണുന്നുണ്ടോ? ക്ലോക്ക് ഇല്ല, പകരം വാച്ച് മതിയോ? ഓക്കെ, ശരണ്യ. എനിക്ക് സുഫൈറ, ശരണ്യ. ഇപ്പൊ ഒരു കുഞ്ഞ് വാച്ച് അല്ലേ ഇത്? വാച്ച് അല്ലേ? അതെ മാം, ഇവിടെ ക്ലോക്ക് അല്ലേ, പുറത്താണ്. ശരി. റയൻ കാണിച്ചിരുന്നോ? രേവതി ഫോണിലാണ് അലാറം വെക്കുന്നത്. അതെ, അവിടെ ഇല്ല. ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. അപ്പൊ നമുക്ക് വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ എല്ലാവരും ഫോണിലായില്ലേ നമ്മുടെ എല്ലാം.
അല്ലാം സലാം. യു കീസ്. ആയിക്കോട്ടെ. കീസ് എല്ലാവരുടെ കയ്യിലും ഉണ്ട് കീസ്. കീസ് നമുക്ക് എളുപ്പമായിരിക്കും എടുത്തോണ്ട് വരാനായിട്ട്. യെസ്, വേറെ ഡോറ് കണ്ടു. ശരണ്യെ കണ്ടു. രേവതിനെ കാണുന്നില്ല. വീണയുടെ കയ്യിലില്ല അല്ലേ? ഉണ്ടോ? കാണിച്ചു. ഓക്കെ. റയാൻ കണ്ടു. സുഫൈറ, ഹിബ. യെസ്. ഹിബയുടെ കയ്യിൽ കിട്ടി. പിന്നെ ശരണ്യ തിരയാൻ പോയത് അല്ല, ശരണ്യ നേരത്തെ കാണിച്ചതാ. ആയിഷ ഫിദ കാണിച്ചു. പിന്നെ ഫാത്തിമേനെ കുറെ നേരമായിട്ട് കാണുന്നില്ല. സിസ്റ്ററേയും കാണുന്നില്ല. ഓക്കെ സുഫൈറ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തൊരു ഷെയ്ഡ്സ് അല്ലെങ്കിൽ സൺഗ്ലാസസ്. ഓക്കെ റയൻ. നിങ്ങളൊന്ന് വെച്ചിരുന്നോ? ഒരു ലുക്കാവല്ലോ. കാണാനില്ല. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ശരണ്യ കാണുന്നുണ്ട്. ഹിബ കാണുന്നുണ്ട്. രേവതി ഇരിക്കുന്നുണ്ടോ? ഇല്ല, വണ്ടിയിലായി പോയി, വീട്ടിലില്ല. അതെയോ? ഓക്കെ. വീണയുടെ കയ്യിലുണ്ട്. ആയിഷയുടെ കയ്യിലുണ്ടോ? ഇല്ല. ആയിഷ ഫിദ കയ്യിലുണ്ട്. കവറിലാണല്ലോ. സുഫൈറയുടെ കയ്യിലുണ്ട്. ഫാത്തിമ എവിടെ പോയിരുന്നു? കുറച്ച് നേരത്തേക്ക് മിസ്സിംഗ് ആയിരുന്നല്ലോ. എന്തെങ്കിലും തെരഞ്ഞു. മ്യൂട്ടാണേ. തെരഞ്ഞു പോയതാവൂലേ? ഓക്കെ. Something related to your favorite sport or game. ചെസ്സോ ബാഡ്മിന്റണോ? Nothing. ഒന്നുമില്ല. ക്രിക്കറ്റ് ബാറ്റോ? ഇപ്പത്തെ ഫേവറേറ്റ് ഗെയിം. യെസ്, അതും പറയാം. അതെ, അതും പറയാം. രേവതി ഒരു ബോൾ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് ക്യാമറയില്. വീണ പ്രത്യേകിച്ച് ഗെയിം അങ്ങനെയൊന്നുമില്ല. ബ്ലോക്സ് ഉണ്ട്. ഫാത്തിമയുടെ കയ്യിലുണ്ട്. പിന്നെ ആയിഷ, അതാണ് ഫേവറേറ്റ് സ്പോർട്ട് ഓർ ഗെയിം ആയിഷ അൻവ? ഓക്കെ. നിലവിൽ ഇപ്പോഴത്തെ ഫേവറേറ്റ് ഇതൊക്കെ കിച്ചൺ സെറ്റ്, ഡോക്ടർ സെറ്റ് ഇതൊക്കെയാണല്ലോ. ഡോക്ടർ സെറ്റ്, കിച്ചൺ സെറ്റ്. ഓക്കെ. ബ്ലോക്സ്. അതെ, ബ്ലോക്സ്. ഓക്കെ. An item that represents your favorite hobby. An item that represents your favorite hobby. വീണ പെണ്ണെടുത്തിട്ടുണ്ട്. പെണ്ണെടുത്തിട്ടുണ്ടാവും. ആരും TV ഒന്നും എടുത്തോണ്ട് വരരുതേ. പാട്ട് കേൾക്കുക. അതെന്തായിരുന്നു? ഡയറി. ഐഷൻവ ഡയറി എഴുതേ. ഓക്കെ. രേവതിയുടെ നല്ല ഹോബിയാണല്ലോ അത്. അതിന് പാട്ട് പാടി പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് റിപ്പീറ്റ് ചെയ്ത്. അതെ. ശരണ്യ? പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. ഐഷ റൈൻ എടുത്തിരുന്നോ? ഇല്ല. ബാഡ്മിന്റൺ അവിടെ തന്നെ വെച്ചോണ്ടാ വരാറ്. അതെ അല്ലേ? ഓക്കെ. കയ്യിലെടുക്കാറില്ല. പിന്നെ വേറെ ആരുമില്ല അല്ലേ? ഐഷ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ. യെസ് കണ്ടു. ഓക്കെ. സോ സാഡ്. നമ്മുടെ കഴിഞ്ഞു ആ ഗെയിം. ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് പറയാണ്. ആ ഗെയിം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ബാക്കി ആരൊക്കെയാണ് പരിചയപ്പെടാനുള്ളത്? വരൂ. ഉള്ളവര് മുന്നോട്ട് വന്ന് പരിചയപ്പെടുത്തുക കേട്ടോ സ്വയം. നമുക്ക് സെഷൻ തീർക്കണ്ടേ? അതെ. സെഷൻ തീരാനുള്ള ടൈം ആയിട്ടുണ്ട്. ആരാ ബാക്കിയുള്ളതെന്ന് വെച്ചാ പറഞ്ഞോളൂ കേട്ടോ. സമീഹ പരിചയപ്പെട്ടതാണല്ലേ? സമീഹ സമീഹ പറഞ്ഞു.
ഓക്കെ, അപ്പൊ മാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു സെഷനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പോൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറെ ലേണേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ. ഓടിപ്പോയി ഓരോരോ ഗെയിംസ് ഒക്കെ ചെയ്തു, അതേപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫസ്റ്റ് സെഷന്, അതായത് നമ്മുടെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സെഷനാണ് ഐസ് ബ്രേക്കിംഗ് സെഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഇതുപോലെ ഒരു ഫൺ റിലേറ്റഡ് അല്ലെങ്കിൽ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ടാവാൻ, സെഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോ ഇതിൽ നിങ്ങളുടെ ആ ഒരു കോളേജ് ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോഴൊക്കെ. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ എന്താ ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫീഡ്ബാക്ക് അറിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ സെഷൻ വൈൻഡപ്പ് ആകാനായി. അതുകൊണ്ട് ക്വിക്ക് ആയിട്ട് 2-3 പേര് ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് ഒന്ന് ഈ ഒരു സെഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയൂ. മാം, ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. മാം, ഞാൻ ഈ കഴിഞ്ഞ ഇയറിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഞാൻ ഒത്തിരി NSSന്റെ ഒക്കെ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഐസ് ബ്രേക്കിംഗ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വീണ്ടും ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റി ആ ഓർമ്മകളൊക്കെ. കാരണം ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെയാണ് അവിടെയും കിട്ടുന്നത്. പിന്നെ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് താമസിച്ചു പോയി, കാരണം ലാപ്പിൽ കണക്ട് ചെയ്യാൻ കുറച്ച് പാട് വന്നു. അതിനിപ്പോ വീണ്ടും ഫോണിലേക്ക് ആക്കിയതാണ്. അപ്പം പിന്നെ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, നാളെ ഞാൻ ഡൽഹിയിലേക്ക് പോവാണ്, ജോബ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക. രാവിലെ ഫ്ലൈറ്റ് ആണ് 9 മണിക്ക്. അപ്പൊ അതെനിക്ക് നേരത്തെ പറയാൻ പറ്റില്ല, പെട്ടെന്ന് നിർത്തി പറഞ്ഞപ്പോ. ഓക്കെ മാം, എനിവേ ക്ലാസ് ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടത്? താങ്ക് യു ഹിബ. അപ്പൊ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കാം കേട്ടോ. ഗുഡ് ലക്ക്. ഇനി നെക്സ്റ്റ് 2-3 ആളും കൂടി ഒന്ന് ഞാൻ പറഞ്ഞോ. പറഞ്ഞോട്ടെ മാം. സുഫൈറ. പറഞ്ഞോളൂ. ആ ഭയങ്കര ഐസ് ബ്രേക്കിംഗ് ഈ സെഷൻ നല്ല അടിപൊളി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാല് ശരിക്കും എങ്ങനെ അതൊരു ക്യാമറ ഓൺ ആക്കാൻ തന്നെ ഒരു മടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഈ ഗെയിമും കൂടി വന്നപ്പോ അത് കുറച്ചും കൂടെ ഓൺ ആക്കി. നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അധ്യാപികയായതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക ചെയ്യുക. ഇതിപ്പോ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് പോലെ തോന്നി. വളരെ നല്ല സെഷനായിരുന്നു. താങ്ക് യു വീണ. അപ്പൊ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവരോടും താങ്ക്സ് പറയാണ്. പിന്നെ നമ്മളുടെ ഒപ്പം തന്നെ ഇന്ന് ഈ ഒരു സെഷന്റെ കൂടെ ജോയിൻ ആയിട്ട് ഉള്ളത് നമ്മുടെ ഫാത്തിമ ബീവി ആൻഡ് ഫാത്തിമ സുഹറ ഫ്രം LSC ആൻഡ് അനുശ്രീ ഇംഗ്ലീഷ് മെന്റർ. അപ്പൊ എല്ലാവരോടുമുള്ള താങ്ക്സ്, ഒപ്പം നിങ്ങളോട് എല്ലാവരോടുമുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളോട് എല്ലാവരോടുമുള്ള താങ്ക്സ് അറിയിക്കുകയാണ്. കാരണം ഇത്രയും നേരം ക്യാമറ ഓണാക്കി നിങ്ങൾ എല്ലാവരും വളരെ ആക്റ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ ഗെയിംസിലെല്ലാം പങ്കെടുത്തു. അതുപോലെ തന്നെ നന്നായി നല്ലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പൊ താങ്ക് യു സോ മച്ച്.